അമ്മയാവുക എന്നത് ഏതൊരു സ്ത്രീക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണല്ലോ. എന്നാൽ ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ വേണ്ടി അമ്മ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ ഒരു അമ്മ ഡെലിവറി സമയമാകുമ്പോഴത്തേനും ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യും. അതുപോലെ ബേബീനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രസ് അത്രയും വികസിക്കുന്നു. ഡെലിവറിയുടെ സമയത്ത് അത് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അതൊരു 6 to 8 വീക്സ് ആകുമ്പോഴത്തേനും യൂട്രസ് ഷ്രിങ്ക് ചെയ്തൊരു നോർമൽ സൈസിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കൊക്കെ പ്രത്യക്ഷത്തിൽ വരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. പ്രഗ്നൻസിൻ്റെ സമയത്ത് അത്രയും ഹൈക്കിൽ നിൽക്കുന്ന ഹോർമോൺസ് ഡെലിവറി സമയത്ത് ഒരു സഡൻ ഫോളിലേക്ക് വരുവാണ്. ഇതുമൂലം ഉണ്ടാകുന്ന ഇമോഷണൽ ഇംബാലൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതുപോലെ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ. ഇതെല്ലാം അമ്മേനെ ഒരു മെൻ്റലി ഇംബാലൻസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ബേബീനെ ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഫീഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ശരിയായ ഉറക്കം കിട്ടില്ല. സോ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ സാധാരണയായി കാണുന്നതാണ് ജോയിൻറ്റ് പെയിൻസ്, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതൊരു നോർമലി ഒരു 6 to 9 months ആകുമ്പോഴത്തേനും ഫെയ്ഡായി വരാറുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ജെൻറ്റിൽ കെയർ ആൻഡ് സപ്പോർട്ടാണ്. സോ നമുക്ക് ആയുർവേദത്തിലൂടെ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ്.